നമസ്കാരം. അവസാനം പിണറായി വിജയനെ സമ്പൂർണ്ണമായി വിടാൻ തന്നെ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. BJPയുടെ പേരിൽ വലിയ തോതിലുള്ള ആരോപണമാണ് പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കുള്ളിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി BJP കേരളത്തിൽ CPMനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ലാവ്ലിൻ കേസിലാണെങ്കിൽ സുപ്രീം കോടതിയിൽ അവർ 8 വർഷമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. എത്രയും വേഗം ഇത്തരം കേസുകൾ പൂർത്തീകരിക്കണമെന്ന മുൻ സുപ്രീം കോടതി വിധികളെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പിണറായി വിജയനെ സംരക്ഷിച്ചത്. ഏകദേശം 80 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ, ഞങ്ങൾക്ക് ഏതെങ്കിലും ടൗണിൽ ഏതെങ്കിലും ചെറിയ മജിസ്ട്രേറ്റ് കോടതിയിൽ, സുപ്രീം കോടതി വാദിക്കുന്ന ആളാണ്, മജിസ്ട്രേറ്റ് കോടതിയിൽ ഏതെങ്കിലും കേസുണ്ട്, ഞങ്ങൾക്ക് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തടി തപ്പുന്നത്. അങ്ങനെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി 80 തവണ മാറ്റി വെച്ചിട്ടുള്ള തുഷാർ മേത്ത നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ കേസ് ഞാനാണ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതും തെളിവുകൾ പുറത്തു കൊണ്ടുവന്നതും ഫൈറ്റ് ചെയ്തതും. അപ്പോൾ ആ കേസ് കച്ചവടം ചെയ്യുകയാണ് BJP. ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് CBI അന്വേഷണം കൊണ്ടുവന്നത്. ഞാൻ ഫൈറ്റ് ചെയ്ത് രേഖകൾ കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതിയായത്. ആ പ്രതിയായ കേസിൽ പിണറായി വിജയനെ സംരക്ഷിക്കാനും അദ്ദേഹത്തെ 8 വർഷമായി അത് സുപ്രീം കോടതി തൊടാതെ സൂക്ഷിക്കാനും BJP നേതൃത്വം വേണ്ടത് ചെയ്തു കൊടുത്തു എന്ന് ഞാൻ ഔദ്യോഗികമായി നൽകുന്ന ആരോപണമാണ്. അല്ലെ, വെറുതെ പറയുന്നതല്ല. ഈ കാര്യത്തിൽ V മുരളീധരനെ, സുരേന്ദ്രനൊക്കെ ഞാൻ വിളിച്ചിരുന്നു. അവരൊക്കെ പിന്നെ മിണ്ടിയില്ല. സാധാരണ പിണറായി വിജയനെതിരെ LDFനെതിരെ എന്തെങ്കിലും ആരോപണം കിട്ടുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്യേണ്ട ആൾക്കാരാണ് BJP. പ്രത്യേകിച്ചും ഡൽഹി സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്നും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത് കൃത്യമായ അറിവോട് കൂടിയിട്ടാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ BJP അണികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. BJP നേതൃത്വമാണ് കേരളത്തിൽ, BJP നേതാക്കന്മാരാണ് പിണറായി വിജയനെ സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് BJP കേരളത്തിൽ വളരാത്തത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സാധാരണ BJP പ്രവർത്തകർ പോലും ശക്തമായ രൂപത്തിൽ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതോടെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനെ കൈവിടാം എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം, ED അന്വേഷണം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ്റെ വീടുകളിലും, അതായത് കണ്ണൂരും തിരുവനന്തപുരത്തുള്ള വീടുകളിലും അതേപോലെ റിയാസിൻ്റെ വീടുകളിലും എല്ലാം റെയ്ഡ് നടത്തി. വീണ്ടും അങ്ങനെയുള്ള സന്ദർഭത്തിൽ CPMകാർ എൻഫോഴ്സ്മെൻറ്റ് ആക്രമിച്ചു. അതിനുശേഷം കുറച്ച് സജീവമായെങ്കിലും ഇതിനിടയിൽ ചില നേതാക്കൾ, ഒരു MLA അടക്കമുള്ള BJP നേതാക്കന്മാർ ഇടപെടുകയും ഇവിടെ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഡിലേ വന്നത്. എന്നാൽ 29-ാം തീയതി നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് നടക്കാൻ പോകുന്നത് വളരെ പ്ലാൻഡായ പരിപാടിയാണ്. അന്ന് സമൻസ് കൈപ്പറ്റി വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ വരികയാണെങ്കിൽ തീർച്ചയായും അറസ്റ്റ് ഉറപ്പാണ്. അത്രയും വ്യക്തവും സുവ്യക്തവുമായ തെളിവുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ മുന്നിലുണ്ട്. ആ ഞെട്ടിക്കുന്ന തെളിവുകൾ, സുപ്രധാനമായ തെളിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. 1, 2, 3, 4 കേസല്ല വീണ വിജയൻ്റെ പേരിൽ വരാൻ പോകുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളെല്ലാം നോക്കുമ്പോൾ വിദേശത്ത് നിക്ഷേപങ്ങൾ അടക്കം വീണ വിജയനുണ്ട്. അത് വീണ വിജയനും അതേപോലെ മുൻ ഭർത്താവും അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പാർട്ട്ണറുമായിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപയാണ് വന്നിട്ടുള്ളത്. ആ കോടിക്കണക്കിന് രൂപ വന്നത് ഇവിടെ നിന്നല്ല, കാനഡയിൽ നിന്നും അതേപോലെ ലണ്ടനിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്പൈസ് വാട്ടർ കൂപ്പറിൽ നിന്നും അതേപോലെ ലാവ്ലിൻ കമ്പനിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് കിക്ക് ബാക്കാണ്. അങ്ങോട്ട് ഗവൺമെൻറ് പൈസ കൊടുക്കും, അത് തിരിച്ചിട്ട് കിക്ക് ബാക്കായിട്ട് നമ്മുടെ വീണ വിജയന് വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ വിധത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ വിദേശത്തേക്ക് പോലും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് എൻഫോഴ്സ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. അത് പ്രകാരം വീണ വിജയനെ 29-ാം തീയതി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തിയിരിക്കുന്നു. അതോടൊപ്പം പറഞ്ഞ് പിണറായി വിജയനെ വെറുതെ വിടണ്ട. PV എന്ന പിണറായി വിജയൻ ഏകദേശം 5000 കോടി രൂപ
കരിമണൽ കർത്തയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായുള്ള വിവരങ്ങളും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിന് കൈവശമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പിണറായി വിജയനെയാണെന്ന് നമ്മൾ കരുതാം. എന്നാൽ അങ്ങനെയല്ല. വിവേക് തായ്ക്കണ്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്തത്. ആദ്യം മകളെ അറസ്റ്റ് ചെയ്യുക, പിന്നീട് വിവേക് തായ്ക്കണ്ടിയെ അറസ്റ്റ് ചെയ്യുക. ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അനങ്ങാൻ പറ്റില്ല. കാരണം മക്കൾക്ക് CPM-മായി യാതൊരു ബന്ധവുമില്ല. അവർ CPM പാർട്ടി മെമ്പർമാരല്ല. അപ്പോൾ പാർട്ടിക്ക് സമരം ചെയ്യാൻ പറ്റില്ല. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലെടുത്ത തീരുമാനം പോലെ വീണ വിജയൻ്റെയും അതേപോലെ വിവേക് തായ്ക്കണ്ടിയുടെയും കാര്യത്തിൽ ഉണ്ടാകും. ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യൂ. പിണറായി വിജയൻ പണം വാങ്ങിയെന്ന് കൃത്യമായി ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിലുണ്ട്. ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, PV എന്ന് പറയുന്ന പിണറായി വിജയൻ 50 ലക്ഷം വീതം ഇങ്ങനെ വാങ്ങിപ്പോയതിൻ്റെ റെക്കോർഡുകൾ അത് കൃത്യമായി തന്നെ കർത്ത എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ വിടാം. അത് പത്രക്കാർ പലതും പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കും പരസ്യനത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ PV പിണറായി വിജയൻ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയിട്ടില്ല, ആ PV ഞാനല്ല എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കള്ളം മാത്രം പറയുന്ന, ഭക്ഷണം കഴിക്കാൻ മാത്രം വായ തുറക്കുകയും കള്ളം പറയാൻ പിന്നെ വായ തുറക്കുകയും ചെയ്ത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം PV പിണറായി വിജയനാണെന്ന് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റെക്കോർഡിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് ആ പവർ ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയിട്ടാണ് അഴിമതിയുടെ പേരിൽ മകൾക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 2,78,00,000 രൂപ കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. SFIO അന്വേഷണത്തിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. SFIOയോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീണ വിജയൻ ഞാൻ സർവീസ് ഒന്നും നടത്തിയിട്ടില്ല, എനിക്ക് പൈസ തന്നാണ്. ഇപ്പോൾ അവസാനം വീണ വിജയൻ കൊടുത്ത മൊഴി പോലും പിണറായി വിജയനെതിരാണ്. തനിക്കിതൊന്നും അറിയില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു, ഞാനത് സ്വീകരിച്ചു, അതിന് ടാക്സ് അടച്ചു, അതാണ് ചെയ്തത്, ഞാൻ സർവീസും ചെയ്തില്ല, ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല. അതിനർത്ഥം എന്താ? പിണറായി വിജയൻ തന്നെയാണ് പ്രതിയെന്ന് വീണ വിജയൻ കൃത്യമായി ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വീണ വിജയനും പിണറായി വിജയൻ തമ്മിൽ വലിയ വാക്കേറ്റം നടന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വലിയ പൊട്ടിത്തെറികൾ വീണ വിജയനും അതേപോലെ പിണറായി വിജയനും ഉണ്ടായിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വീണ വിജയൻ ചോദിച്ചു, എന്നെ ഒരു കൊള്ളക്കാരിയാക്കി വളർത്തുകയല്ലേ ചെയ്ത്, ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ വേണ്ടി എന്നെ എന്തിനാണ് ഉപയോഗിച്ചത്, ഒരു അച്ഛനും ചെയ്യുന്ന പണിയാണോ എന്ന് ചോദിച്ചു എന്നുള്ള വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. അതായത് അവസാനം മകൾ തന്നെ ആ കാര്യം ചോദിച്ചിരിക്കുന്നു, എന്നെ പഠിച്ചു വളർത്തി ഇതുപോലെ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള കള്ളത്തരം ചെയ്യിപ്പിക്കാനായിരുന്നോ? എന്നെ താങ്കൾ ജീവിതത്തിൽ ഇതുവരെ കള്ളത്തരം ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു, എന്നാൽ എന്നെ എന്തിനു കരുവാക്കി? സ്വന്തം മക്കളെ ആരെങ്കിലും ഇത്രയും കള്ളത്തരം ചെയ്യാൻ പഠിപ്പിക്കുമോ, കള്ളത്തരത്തിൽ കൊടുക്കുമോ? സ്വന്തം അച്ഛൻ തന്നെ എന്നെ കൊള്ളക്കാരിയാക്കി മാറ്റി കേസിൽ കുടുക്കിയിരിക്കുകയാണ് എന്നാണ് വീണ വിജയൻ പിണറായി വിജയനോട് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലാകെ കലഹമാണെന്നും വിവേക് തായ്ക്കണ്ടിയും വളരെ പേടിച്ചിട്ടാണ് വിദേശത്ത് എന്നിരിക്കുന്നതെന്നും ഏത് സമയത്തും വിവേക് തായ്ക്കണ്ടിയും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എത്ര തന്നെ പിണറായി വിജയനെ BJP സംരക്ഷിച്ചാലും തെളിവുകൾ ഉള്ളിടത്തോളം കാലം പിണറായി വിജയൻ അകത്ത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടത്തിയാൽ എന്തുകൊണ്ടാണ് നടത്താത്തത്, എന്തുകൊണ്ടാണ് SFIO കൃത്യമായി അന്വേഷിക്കാത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു നടപടിയുമില്ല, ഞങ്ങൾക്ക് കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ശക്തമാണ്, ഞങ്ങൾക്ക് പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, പിണറായി വിജയൻ കള്ളനാണെന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ പല പ്രതിപക്ഷ നേതാക്കന്മാരെയും കുറിച്ച് അങ്ങനെയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അതെല്ലാം എൻഫോഴ്സ്മെൻറ്റിൻ്റെ തട്ടിപ്പുകളാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പോലും പിണറായി വിജയന് കള്ളനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിധത്തിൽ പിണറായി വിജയനെയും മകളെയും മകനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സമയം ഇനി അതിവിദൂരമല്ല. ഘട്ടമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടും. 29-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ അന്ന് ചോദ്യം ചെയ്യുന്നതിൽ രേഖകളെല്ലാം മുന്നിൽ വെച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടിയ വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ട്. അത് വെച്ചിട്ട് വീണ വിജയനെ അറസ്റ്റ് ചെയ്യും.
തുടർന്ന് നേരെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്കാണ് പോകുക. മുമ്പ് എൻ്റെ കൈവശം കിട്ടിയ രേഖകളിൽ ഒന്നായിരുന്നു പിണറായി വിജയൻ അനധികൃത നിക്ഷേപത്തെക്കുറിച്ചുള്ള രേഖകളിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ രേഖ. പിന്നീട് ആ രേഖ നമ്മുടെ പ്രിയപ്പെട്ട ഷോൺ ജോർജിന് കിട്ടി. ഷോൺ ജോർജാണ് ഈ കേസിൻ്റെ യഥാർത്ഥ വഴിത്തിരിവുണ്ടാക്കിയത്. അദ്ദേഹം പോലും സ്തംഭിച്ചു പോയിട്ടുണ്ട്. ഇത് ആരാണ് ഇത്രയും കാലം നീട്ടി രക്ഷപ്പെടുത്തുന്നത്, ഏത് ശക്തിയാണ് എന്ന് അദ്ദേഹം പോലും പറയുകയുണ്ടായി. ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ ഫൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, അത് അടച്ചപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഷോൺ ജോർജ്, BJPയിലെ നേതാക്കന്മാർ തന്നെയാണ്. ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയതാരാണ്? BJPയിലെ നേതാക്കന്മാരാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേരളത്തിൽ പിണറായി വിജയനെ നിലനിർത്തിയിട്ടുള്ളത് ആരാണ്? BJP നേതാക്കന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ പറയണം, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാരെ അടക്കം, കേജ്രിവാളിനെ അടക്കമുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ അടക്കം അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലും അതേപോലെ കരിമണൽ കടത്തയുമായുള്ള കേസിൽ തെളിവ് കോടതി രേഖയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും ഇത്രയും കാലം വിളിപ്പിക്കാതിരുന്നത്? അതിൻ്റെ കാരണം കേരളത്തിലെ ചില BJP നേതാക്കന്മാർക്ക് കൃത്യമായി പിണറായി വിജയൻ കൊടുക്കേണ്ടത് കൊടുക്കുകയും അതേപോലെ തന്നെ ഇവർക്ക് വിദേശ നിക്ഷേപങ്ങളിൽ കൃത്യമായി തെളിവുകൾ പിണറായി വിജയൻ്റെ കൈവശം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പിണറായി വിജയനെ തൊടാൻ, സംരക്ഷിക്കാൻ ഇവർ തയ്യാറാകും എന്നുള്ള സൈക്കോളജിയാണ് പിണറായി വിജയൻ വർക്കൗട്ട് ചെയ്തത്. മുമ്പ് ലാവ്ലിൻ കേസിൽ കോടിക്കണക്കിന് രൂപ, 375 കോടി രൂപയോളം പിണറായി വിജയൻ തട്ടിയെടുത്തപ്പോൾ അതിൽ 8 കോടി രൂപ കേരളത്തിലെ CPMനും 10 കോടി രൂപ ഡൽഹിയിലെ CPMനും ഹർകൃഷ്ണൻ സുജിത് സിംഗിൻ്റെ മരുമകനും എല്ലാം കൊടുത്ത് അവരെ ഒതുക്കി നിർത്തിയിരുന്നു. പാർട്ടി കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് പിണറായി വിജയൻ ചെയ്തത്. അതായത് 10,000 കോടി കിട്ടുമ്പോൾ ഒരു 100 കോടി നമ്മൾ ഭണ്ഡാരത്തിലിടും ചില കള്ളന്മാർ. അങ്ങനെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് കരയും. അതേപോലെ പിണറായി വിജയൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ കൃത്യമായി പ്ലാൻ ചെയ്ത് എനിക്ക് കിട്ടിയ പണത്തിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 2% എവിടെ കൊടുത്തു? പാർട്ടിക്ക് കൊടുത്തു. അല്ലെങ്കിൽ 5% പാർട്ടിക്ക് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? പാർട്ടിക്കാർ ഭയങ്കര ഹാപ്പി. 8 കോടിയും 15 കോടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലേ, ഒരു തൊഴിലാളി, പാവപ്പെട്ട തൊഴിലാളിയിൽ നിന്ന് കിട്ടുന്നത് 10 റുപ്യയായിരിക്കും. പകരം പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് എത്രയാണ്? 8 കോടിയും 10 കോടി റുപ്യയാണ്. അപ്പം പിണറായി വിജയൻ നമഹ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര്? കേന്ദ്ര CPM നേതൃത്വവും അതേപോലെ കേരളത്തിലെ CPM നേതൃത്വവും. കാരണം നേതാക്കന്മാർക്കൊക്കെ കുറേശ്ശെ ആവശ്യമുള്ള ഫണ്ട് കൊടുത്ത് പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. എല്ലാ കള്ളത്തരത്തിലും ഇവരെയൊക്കെ കൂട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ കൂടെ നിർത്താനല്ല ഇവർക്ക് ഗതിയുണ്ടോ? പാർട്ടിയെ നശിപ്പിച്ച് കുത്തുപാള എടുപ്പിച്ച് അവസാനം പാവപ്പെട്ട CPM അണികൾ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ച പിണറായി വിജയന് അത് അധികം താമസിയാതെ പാർട്ടി പ്രവർത്തകരിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ CPM എല്ലാ കാലത്തും നിലനിൽക്കേണ്ട പാർട്ടിയാണ്. അതിനെ നശിപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമാണ്, വേറെ ആരുമല്ല. എന്നാൽ പിണറായി വിജയനോടൊപ്പം ഇതുപോലെ പണത്തിൻ്റെ ഓഹരി പങ്കുവെച്ചുള്ള ധാരാളം CPM നേതാക്കന്മാരുണ്ട്. അവർ കട്ടിട്ടുള്ള പൈസയിൽ പിണറായി വിജയന് കൊടുത്ത് അവരും പങ്കുവെച്ചിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും പിണറായി വിജയൻ്റെ കൂടെയാണ്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷം മെമ്പർമാരും ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഇതിലൊന്നും പങ്കുമില്ല. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായിരിക്കുന്നു പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്. അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പാർട്ടിയുടെ മറവിൽ, ഭരണത്തിൻ്റെ മറവിൽ തട്ടിപ്പും കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് 29-ാം തീയതി എടുക്കുന്ന തീരുമാനങ്ങൾ ദൂരവ്യാപകമായ റിസൾട്ടായിരിക്കും. പിണറായി വിജയൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന 29-ാം തീയതി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്ന് മകൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയൻ നെഞ്ചത്തടിച്ച് കരയും. കാരണം അന്ന് പിണറായി വിജയൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പിണറായി വിജയൻ, മകളാണ് ജീവൻ്റെ ജീവൻ. അത് അകത്താകുമ്പോൾ അവരെ അകത്താക്കിയത് പിണറായി വിജയനാണെന്ന് മകൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവസാനം പൊട്ടിക്കരയേണ്ട ഒരു ഗതികേടിലേക്ക് പിണറായി വിജയൻ, എത്ര കരയാത്ത, എത്ര തൻ്റെ ഇടമുള്ള, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോയ ഇരട്ടച്ചങ്കനാണെങ്കിലും മകളുടെ കാര്യത്തിൽ പിണറായി വിജയൻ വളരെ ദുർബലനാണ്. ആ ദുർബലത പക്ഷേ മകളെ കൊള്ളക്കാരിയാക്കി എന്ന് മകൾ തന്നെ പറഞ്ഞതോടെ അതും തകർന്നിരിക്കുന്നു. മകൾ മനസ്സിലാക്കിയിരിക്കുന്നു തന്നെ ചതിയിൽപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നുള്ളത്. അത് കൃത്യമായി അവർ അച്ഛനോട് തന്നെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുന്നു. എന്നെ കള്ളിയാക്കിയത്, എന്നെ കൊള്ളക്കാരിയാക്കിയത്, എന്നെ കേസിൽപ്പെടുത്തിയത് താങ്കളല്ലേ എന്ന്. കാരണം പിണറായി വിജയന് കക്കാനും മോഷ്ടിക്കാനല്ലേ അറിയുള്ളൂ. നന്ദി, നമസ്കാരം.